നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. ഗൾഫ് റൗണ്ടപ്പ്. ഷാർജയിൽ മരിച്ച വിഭജികയുടെ കുഞ്ഞിന്റെ മൃതദേഹം ദുബായിൽ സംസ്കരിച്ചു. വൈകുന്നേരം ജബൽ അലിയിലെ ന്യൂ സോനാപൂർ ശ്മശാനത്തിലായിരുന്നു ചടങ്ങുകൾ. വിഭജികയുടെ മൃതദേഹം തിങ്കളാഴ്ച നാട്ടിലേക്ക് കൊണ്ടുപോകാനായേക്കും. 10 ദിവസം നീണ്ട അനിശ്ചിതത്വത്തിന് ഒടുവിലാണ് വൈകുന്നേരം 4:30-ഓടെ 1.5 വയസ്സുകാരി വൈഭവിയുടെ മൃതദേഹം ന്യൂ സോനാപൂരിലെ ശ്മശാനത്തിലെത്തിച്ചത്. കുഞ്ഞിന്റെ പിതാവ് നിതീഷ്, വിഭജികയുടെ അമ്മ ശൈലജ, സഹോദരൻ വിനോദ് എന്നിവരും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. കുടുംബങ്ങൾ തമ്മിലെ ധാരണയനുസരിച്ച് മതാചാരപ്രകാരമായിരുന്നു ചടങ്ങ്. ഒമാനിൽ ഫാർമസി മേഖലകളിൽ സ്വദേശിവൽക്കരണം ശക്തമാകുന്നു. വാണിജ്യ കേന്ദ്രങ്ങളിലും ആശുപത്രികളിലുമുള്ള ഫാർമസികളിൽ സ്വദേശികളെ നിയമിക്കണമെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഫാർമസിസ്റ്റുകളും അവരുടെ സഹായികളും നിർബന്ധമായും ഒമാനികളായിരിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന സർക്കുലർ മന്ത്രാലയം പുറത്തിറക്കി. നിലവിൽ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രവാസികളുടെ ലൈസൻസുകൾ ഇനി പുതുക്കില്ല. ഫാർമസി മേഖലയിൽ ജോലി ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയാണ് പുതിയ തീരുമാനം. ആരോഗ്യ മേഖലയിൽ സ്വദേശീവൽക്കരണ നിരക്ക് വർദ്ധിപ്പിച്ചതായി ആരോഗ്യ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഭവനഭേദനം നടത്തി സൗദി പണ്ഡിതനെ കത്തികൊണ്ട് പലതവണ കുത്തി ക്രൂരമായി കൊലപ്പെടുത്തിയ ഈജിപ്ഷ്യൻ ഘാതകന്റെ വധശിക്ഷ നടപ്പാക്കി. എഴുത്തുകാരനും യൂണിവേഴ്സിറ്റി പ്രൊഫസറും ഗവേഷകനും ഹദീസ് പണ്ഡിതനുമായ ഡോക്ടർ അബ്ദുൾ മാലിക് ഖാദിയെ വധിച്ച മഹമ്മൂദ് അൽ മുൻതസിർ അഹമ്മദ് യൂസഫ് എന്നയാളുടെ ശിക്ഷയാണ് സംഭവമുണ്ടായി 42-ാം ദിവസം നടപ്പാക്കിയത്. ഭിന്നശേഷിക്കാരൻ കൂടിയായ പ്രൊഫസറുടെ മുൻ പരിചയക്കാരനായിരുന്നു ഡെലിവറി ജീവനക്കാരനായ പ്രതി. ഒമാനി വ്യോമാതിർത്തിയിൽ വിമാന ഗതാഗതത്തിൽ വർധനവ്. സിവിൽ ഏവിയേഷൻ അതോറിറ്റി പുറത്തുവിട്ട കണക്ക് പ്രകാരം ഒമാനി വ്യോമാതിർത്തിയിലൂടെയുള്ള വിമാന ഗതാഗതം 2025 ജൂണിൽ 18% വർദ്ധിച്ച് 50,101 ആയി. 2024 ഇതേ കാലയളവിൽ ഇത് 40,417 ആയിരുന്നു. മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി സഞ്ചരിച്ച യാത്രക്കാരുടെ എണ്ണം 2025 ജൂണിൽ 5% വർദ്ധിച്ച് 6,36,900 ആയി. ജൂൺ മധ്യത്തിൽ സൈനിക സംഘർഷങ്ങൾ മൂലമുണ്ടായ വലിയ പ്രതിസന്ധി മേഖലയിലെ വ്യോമാതിർത്തികളെ ബാധിച്ചിരുന്നു. ഖത്തറിന്റെ പ്രാദേശികവും സമ്പന്നവുമായ കാർഷിക പൈതൃകം വിളിച്ചോതുന്ന സൂഖ് വാഖിഫ് ഈന്തപ്പഴമേളയുടെ 10ാമത് പതിപ്പ് ജൂലൈ 24 മുതൽ ഓഗസ്റ്റ് 7 വരെ നടക്കും. സൂഖ് വാഖിഫിലിന്റെ ഈസ്റ്റേൺ സ്ക്വയറിലാണ് വിവിധ ഇനം ഈന്തപ്പഴങ്ങളുടെ പ്രദർശനവും വിൽപ്പനയുമായി എത്തുന്ന മേള നടക്കുക. പ്രാദേശിക കർഷകരെ പിന്തുണയ്ക്കാൻ ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന മേള ഖത്തറിൽ ഉൽപ്പാദിപ്പിക്കുന്ന വ്യത്യസ്ത ഇനങ്ങളിലുള്ള ഈന്തപ്പഴങ്ങളുടെ ഏറ്റവും വലിയ പ്രദർശനം കൂടിയാണ്. പാലക്കാട് പട്ടാമ്പി വിളയൂർ കുപ്പൂത്ത് സ്വദേശി OT കമാൽ ജിദ്ദയിൽ നിര്യാതനായി. 62 വയസ്സായിരുന്നു. ജിദ്ദ ഫൈസലിയയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. അസുഖബാധിതനായി ജിദ്ദ കിങ് ഫഹദ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാവിലെയാണ് ഇദ്ദേഹത്തിന്റെ മരണം. 30 വർഷമായി പ്രവാസിയാണ്. റിയാദിലെ കിങ് അബ്ദുള്ള സ്പെഷ്യലിസ്റ്റ് ചിൽഡ്രൻ ഹോസ്പിറ്റലിൽ വ്യാഴാഴ്ച 15 മണിക്കൂർ നീണ്ടുനിന്ന ശസ്ത്രക്രിയയിലൂടെ സൗദി അറേബ്യയിലെ ശസ്ത്രക്രിയാ വിദഗ്ധർ 7 മാസം പ്രായമുള്ള സയാമീസ് ഇരട്ടകളെ വിജയകരമായി വേർപെടുത്തി. കുവൈറ്റ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പ്രസിഡന്റ് ഷെയ്ഖ് ഹുമൂദ് മുബാറക് ഹുമദ് അൽ സബാഹിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ സെക്രട്ടറി സമീർ കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘവുമായി ദില്ലിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സിവിൽ ഏവിയേഷൻ സഹകരണം ശക്തപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടായിരുന്നു കൂടിക്കാഴ്ച. വ്യോമയാന ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും പൊതുവായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുമുള്ള സംയുക്ത ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ ചർച്ചകളെന്ന് ഷെയ്ഖ് ഹുമദ് പറഞ്ഞു. ലോകകപ്പ് ഫുട്ബോൾ ഏഷ്യൻ മേഖലാ യോഗ്യതാ മത്സരങ്ങളുടെ 4ാം റൗണ്ടിലേക്കുള്ള നറുക്കെടുപ്പ് കോലാലംപൂരിൽ നടന്നു. ഗ്രൂപ്പ് എയിൽ ഖത്തർ, UAE എന്നിവർക്കൊപ്പമാണ് ഒമാൻ. ഗ്രൂപ്പ് ബിയിൽ സൗദി അറേബ്യ, ഇറാഖ്, ഇന്തോനേഷ്യ എന്നിവരാണ് ഉൾപ്പെടുന്നത്. ഗ്രൂപ്പ് എയിലെ മത്സരങ്ങൾ ഖത്തറിലും ഗ്രൂപ്പ് ബിയിലെ മത്സരങ്ങൾ സൗദി അറേബ്യയിലുമായിരിക്കും നടക്കുക. ഒക്ടോബർ 8 മുതൽ 14 വരെയാണ് മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. സൗദിയിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രവാസിയുടെ വധശിക്ഷ നടപ്പിലാക്കി. മദീനയിലാണ് ബംഗ്ലാദേശി സ്വദേശിയെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത്. സ്വന്തം ഭാര്യയെ മാരകായുധങ്ങൾ ഉപയോഗിച്ച് കുത്തി കൊലപ്പെടുത്തിയ കേസിലാണ് ശിക്ഷ. പ്രതി ആളൊഴിഞ്ഞ പ്രദേശത്തേക്ക് പ്രലോഭിപ്പിച്ച് ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോയി ആക്രമിക്കുകയായിരുന്നു. ശ്വാസം മുട്ടിച്ചു ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മൂർച്ചയുള്ള വസ്തു കൊണ്ട് അടിച്ചും പരിക്കേൽപ്പിച്ചു. ആക്രമണം പിന്നീട് മരണത്തിലേക്ക് നയിച്ചു എന്നാണ് കേസ്. ന്യൂസ് ഡെസ്ക്, നമസ്തേ തിരുവനന്തപുരം.